ശ്രീ രാജീവ് ചന്ദ്രശേഖർ എനിക്ക് അടുത്ത് പരിചയമുള്ള ആളാണ്. ഞങ്ങൾ എം പിമാരായിട്ട് രാജ്യസഭയിലുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം BJP ആയിരുന്നില്ല, സ്വതന്ത്രനായ ഒരു MP ആയിട്ട് കർണാടകത്തിൽ നിന്ന് വന്ന ആളായിരുന്നു, രാജ്യസഭ MP. അദ്ദേഹം വലിയ ബിസിനസ്സുകാരനുമാണ്, അദ്ദേഹത്തിന് വലിയ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാവുന്ന, ബിസിനസ്സും സാമ്പത്തിക കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒന്നിലിത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടോ മനഃപൂർവ്വം നുണപ്രചരണം പോലെ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതായിരിക്കും കാരണം. ഇത് AG തന്ന കണക്കനുസരിച്ച് കേരളത്തിലെ ബോറോയിങ് ആകെ നമ്മുടെ കടത്തിൻ്റെ ഒരു അവസ്ഥ തന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 38% കേരളത്തിൻ്റെ ആകെ GSDPയുടെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 38% വരെയായിരുന്നു നമ്മുടെ കടം ഈ കോവിഡ് സമയത്ത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണല്ലോ കോവിഡ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പലതും അങ്ങനെ വർദ്ധിച്ചു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 59%. ഇപ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ 34%-ത്തിലേക്ക് കുറഞ്ഞു. കാരണം പല കാര്യത്തിലും കടം നമ്മളെ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് പിടിച്ച് ഞെരുക്കിയിട്ടാണ് കടം കുറഞ്ഞു. പക്ഷേ 34% കുറഞ്ഞു എന്നുള്ളത് അത്രയും കുറവ് വന്ന മറ്റ് സംസ്ഥാനങ്ങൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ 4% കുറയുമെന്ന് പറയുമ്പോൾ വലിയൊരു തുകയാണ് കുറഞ്ഞത്. അതിൻ്റെ വെച്ചിട്ടുള്ള കണക്കുകൾ AGയുടെ ഏറ്റവും ലേറ്റസ്റ്റായി വന്ന കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ എക്സ്പെക്റ്റേഷനാണ് ഞാൻ പറയുന്നത്. ഈ വർഷം അവസാനമാകുമ്പം 4,70,000 കോടിക്കടുത്തേ നമ്മുടെ കടബാധ്യത വരൂ, ഈ ആകെ ഉള്ള പൊതുക്കടമെല്ലാം കൂടി. അത് ഞാൻ പറയുന്നത് കണക്ക് വെച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ 6 ലക്ഷം കോടി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിഞ്ഞൂടാ. അവർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. നേരത്തെ ഉള്ള കണക്കുകളെടുത്താൽ VS ഗവൺമെൻറ്റിൽ നിന്നും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്തേക്ക്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിന്ന് പിന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ഉള്ള വർധന അനുസരിച്ചായിരുന്നു പോകുന്നതെങ്കിൽ ഒരു 30 വർഷത്തെ കണക്കെടുത്താൽ നമുക്ക് 6 ലക്ഷം കോടിയിലേക്ക് എത്തിയേനെ. അവരതാ കണക്ക് കൂട്ടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ബഡ്ജറ്റ് രേഖകളിലും AGയുടെ കണക്കിനകത്തും എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഈ കടം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ കേരളത്തിന് മുമ്പ് പറയണം 6 ലക്ഷം കോടി ആവേണ്ടതായിരുന്നു, ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കേരളത്തിൽ വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് രണ്ടാം പിണറായി സർക്കാരിന് ആകെ കടം 4,70,000 കോടി നിർത്താൻ കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഈ കടം മാനേജ് ചെയ്യാൻ പറ്റിയത് കേരളത്തിനാണ് എന്ന് എങ്കിലും പറയേണ്ടതാണ്, മര്യാദയുണ്ടെങ്കിൽ. പക്ഷേ പൊളിറ്റിക്കൽ അജണ്ട എന്ന രൂപത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമുണ്ട്. ഇപ്പം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു, അതൊക്കെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഈ രാഷ്ട്രീയ അജണ്ട അത് ഇലക്ഷന് മുമ്പായി പ്രഖ്യാപിക്കുന്നു. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഇലക്ഷന് മുമ്പെന്ന് പറഞ്ഞാൽ സാധാരണഗതി ബഡ്ജറ്റ് അവതരിപ്പിക്കും, പ്രഖ്യാപിച്ചിട്ട് April 1 മുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. April 1 കഴിഞ്ഞ പ്രാവശ്യം April 6 ഇലക്ഷൻ. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ നമ്മൾ തുടർന്നില്ലായിരുന്നെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും രണ്ടാം വരുന്ന UDF ആണെങ്കിൽ അവർ കൊടുക്കില്ല. നമ്മളത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അന്നുള്ള വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരുന്ന ശമ്പള പരിഷ്കരണവും മറ്റ് ഈ ക്ഷേമ പെൻഷൻ പരിഷ്കാരങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ചെയ്തതാണല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അത് 100% ആത്മവിശ്വാസമുണ്ട് എനിക്ക്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അസാമാന്യമായ ബാധ്യതയൊന്നും കേരളത്തിൻ്റെ മുകളിലില്ല. ഈ കടത്തിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ധനകാര്യ കമ്മീഷൻ്റെ പിന്നെ കഴിഞ്ഞ അവാർഡ് വന്നപ്പോൾ തന്നെ നമുക്ക് നേരത്തെ ഒരു 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കിട്ടിയതിൻ്റെ നേരെ പകുതിയായിട്ട് നമ്മുടെ ഡിവിസി പൂളിൽ നിന്നുള്ള നമ്മുടെ ടാക്സ് വിഹിതം കുറഞ്ഞു. ശരിക്കും അങ്ങനെ കുറയാൻ പാടില്ല. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ സമയത്തേക്കാൾ ഒരു 10,000 കോടി രൂപയാണ് ഒരു വർഷം കുറഞ്ഞേക്കുന്നത്. തൊട്ട് മുമ്പത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഫിനാൻസ് കമ്മീഷൻ്റെ ഭാഗമായി കിട്ടിയിരുന്ന പണത്തേക്കാളും 10,000 കോടി രൂപ ഒരു വർഷം കുറഞ്ഞു. അതെല്ലാം നമുക്ക് തിരിച്ച് വീണ്ടും കിട്ടേണ്ടതാണ്. ഞങ്ങളതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കണക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭാവി നന്നായിട്ട് മുന്നോട്ട് പോകും. നേരത്തെ പറഞ്ഞല്ലോ, ഈ ബഡ്ജറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പറഞ്ഞു കേരളത്തിൻ്റെ ബഡ്ജറ്റ് സൈസ് 2 ട്രില്യൺ ആവും ഇപ്രാവശ്യം. അപ്പോൾ അവർ പറഞ്ഞു 2 ട്രില്യൺ എന്നൊക്കെ നിങ്ങൾ ചുമ്മാ പറയണം, അതൊക്കെ ഇങ്ങനെ ട്രില്യൺ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു കണക്ക് കള്ളം പറയത്തില്ലല്ലോ, ഞാൻ പറയുന്ന പ്രസംഗമല്ലല്ലോ കണക്ക്, ബഡ്ജറ്റ് ഡോക്യുമെൻ്റാണ്. കഴിഞ്ഞ വർഷം 1,75,000 കോടി ആകുമെന്നാണ് ഞാൻ പറഞ്ഞത്. 1,75,000 കോടി എൻ്റെ ഫൈനൽ അക്കൗണ്ട് വരുമ്പോഴാണ് 1,74,000 കോടിയിലധികം പ്രിലിമിനറി അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഈ വർഷം സാധാരണഗതിയിൽ വലിയ കട്ടിങ് വന്നില്ലെങ്കിൽ 2 ലക്ഷം കോടിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞത് ആ ഗ്രോത്തിൻ്റെ പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു വീണ്ടും നമ്മൾ ഒരു ഉയർത്ത് മുന്നോട്ട് വരുന്നുണ്ട്. ടേക്ക് ഓഫിൻ്റെ ടൈമായി കേരള എക്കണോമിക്ക്. ഒരു ടേക്ക് ഓഫ് ഉണ്ട്. ആ ടേക്ക് ഓഫിലേക്ക് വീണ്ടും പോകും. വലിയ തോതിൽ ആ കുതിച്ചാട്ടം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ GSDP തന്നെ വലിയ തോതിൽ അടുത്ത വർഷവും ഇൻക്രീസ് ചെയ്യുമെന്നാണ് കാണുന്നത്. അപ്പോൾ അതൊരു പൊതു ഗ്രോത്തിൻ്റെ ലക്ഷണമാണ്.